എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾ നിരവധിയായ സംശയങ്ങളാണ് കമൻറ്റുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംശയങ്ങളും തമ്മിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് എല്ലാം ഒന്നിച്ചൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്, സാർ, ഒന്നാം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോളേജിൽ പ്രവേശനം നേടാൻ സാധിക്കുമോ എന്നുള്ളത്. അക്കാര്യവും നമുക്ക് ഈ വീഡിയോയിൽ കൂടെ പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നോക്കുന്നതിനെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ ഒരു ബിരുദ പഠനം, ഒരു ഡിഗ്രി പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിരവധിയായ സംശയങ്ങളാണ് കമൻറ്റുകളിൽ ചോദിക്കുന്നത്. സർ, ഗവൺമെൻറ് കോളേജാണോ, സർ സെൽഫ് ഫിനാൻസ് കോളേജാണോ, സർ എയ്ഡഡ് കോളേജാണോ നല്ലത്, അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പ്രവേശനം നേടാൻ പറ്റുമോ, സർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ നിരവധിയായ സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം ആദ്യം എടുക്കുകയാണെങ്കിൽ, വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിച്ചെങ്കിൽ പോലും ജൂൺ മാസം 17 അപേക്ഷ ക്ലോസ് ആകുന്നവരെ, ജൂൺ മാസം 17 നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ആകുന്നത് വരെ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ യാതൊരു ഫീ പേയ്മെൻറ്റ് നടത്താം. നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആണെങ്കിൽ പോലും യാതൊരു ഫീ പേയ്മെൻറ്റ് നടത്താതെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപേക്ഷയിലെ ഏതൊരു വിവരങ്ങളും ആപ്ലിക്കേഷൻ നമ്പർ മീൻസ് യൂസർ ഐ ഡി, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയ വിവരങ്ങൾ ഒഴികെ മറ്റേതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ യാതൊരു ഫീ പേയ്മെൻറ്റും അടയ്ക്കേണ്ട. ബട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ ഫീ പേയ്മെൻറ്റ് അടച്ചാലും നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലുണ്ടായ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഒരു രീതിയിലും എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ലെന്ന് ഓർത്തിരിക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഏതൊക്കെ വിവരങ്ങളാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റി കോമൺ ആയിട്ട് പറഞ്ഞാൽ ഏതൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാദമിക് ഡീറ്റെയിൽസ്, പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, നിങ്ങളുടെ മാർക്ക് സബ്മിഷൻ, ഫോട്ടോ സിഗ്നേച്ചർ, അവസാനമുള്ള ഫൈനൽ കൺഫർമേഷൻ. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് തിരുത്തൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, വരുത്താൻ സാധിക്കും. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ജൂൺ 17 വരെ സൗജന്യവുമാണ്, യാതൊരു ഫീ പേയ്മെൻറ്റും അടയ്ക്കേണ്ട. അതിനുശേഷം ഫീ പേയ്മെൻറ്റ് അടയ്ക്കണം. പക്ഷേ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെയല്ല. കേരള, കാലിക്കറ്റ്, MG, അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി യാതൊരു എഡിറ്റിങ്ങും സാധ്യമല്ല. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സമയം കിട്ടും. ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. സാധാരണ എല്ലാ വർഷങ്ങളിലും കിട്ടാറുണ്ട്, ഈ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗവൺമെൻറ് കോളേജാണോ, സെൽഫ് ഫിനാൻസ് കോളേജാണോ, അതുപോലെ തന്നെ എയ്ഡഡ് കോളേജാണോ, ഗവൺമെൻറ് ആണോ, എയ്ഡഡ് ആണോ, സെൽഫ് ഫിനാൻസ് കോളേജാണോ നല്ലത്? മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ മൂന്നും നല്ലത് തന്നെയാണ്. ഗവൺമെൻറ് കോളേജ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് പരീക്ഷാ ഫീസ്, ചെറിയ ട്യൂഷൻ ഫീസ്, അങ്ങനെയുള്ള കുറച്ച് ഫീസുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ് കോളേജിൽ പഠിക്കാം. എയ്ഡഡ് കോളേജിൽ മെറിറ്റ് സീറ്റും ഉണ്ട്, അതേസമയം മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. മെറിറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി അനുവദിച്ച് നൽകുന്ന സീറ്റാണ്. അലോട്ട്മെൻറ്റ് വഴി എയ്ഡഡ് കോളേജിൽ കയറുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ് കോളേജിൽ ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ സാധിക്കും. ആ വിദ്യാർത്ഥി പഠിക്കേണ്ട. ബട്ട് അതേസമയം എയ്ഡഡ് കോളേജിൽ മാനേജ്മെൻറ്റ് പ്രവേശനമാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി നേടുന്നതെങ്കിൽ ആ വിദ്യാർത്ഥി എന്ത് ചെയ്യണം, ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ മുടക്കേണ്ട അതേ ഫീസുകളെല്ലാം, സെമസ്റ്റർ ഫീസ് ഏതാണ്ട് 10 to 15 രൂപ വരെ വരും. പരീക്ഷാ ഫീസ് കോമൺ ആണ്, എല്ലാവർക്കും അടക്കണം. ബട്ട് നിങ്ങൾ സെമസ്റ്റർ ഫീസ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടി വരും. ഓക്കെയാണ്, ക്ലിയർ ആണല്ലോ? അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, ഡയറക്റ്റ് ഫുൾ ഫീസാണ്, നിങ്ങൾ എല്ലാ ഫീസുകളും അടയ്ക്കണം. ഇതാണ് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിലുള്ള വ്യത്യാസം. നിങ്ങൾ ഗവൺമെൻറ്റിൽ പഠിച്ചാലും എയ്ഡഡിൽ പഠിച്ചാലും സെൽഫ് ഫിനാൻസിൽ പഠിച്ചാലും നിങ്ങൾക്ക്
നിങ്ങളുടെ കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയോടാണോ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന അതേ കുട്ടിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് എയ്ഡഡ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജിലും പഠിക്കുന്ന കുട്ടിക്ക് ലഭിക്കുന്നത്. സർട്ടിഫിക്കറ്റിലൊന്നും യാതൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് എന്ത് ചെയ്യണം, പൈസയുടെ കാര്യത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ പൈസ വേണ്ട, എയ്ഡഡിൽ മെറിറ്റിൽ കയറി കഴിഞ്ഞാൽ പൈസ വേണ്ട, മാനേജ്മെൻറ്റിൽ കയറി കഴിഞ്ഞാൽ പൈസ വേണം, സെൽഫ് ഫിനാൻസിൽ പിന്നെ ഈ മെറിറ്റിൽ കയറിയാലും പൈസ കൊടുക്കണം, മാനേജ്മെൻറ്റിൽ കയറിയാലും പൈസ കൊടുക്കണം, എങ്ങനെ കയറിയാലും കണക്ക് തന്നെയാണ്. അപ്പോൾ ഇത് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ഇനി ശ്രദ്ധിക്കേണ്ടത് കോളേജും കോഴ്സും നൽകുമ്പോഴാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കുറേ പേര് നൽകി കഴിഞ്ഞിട്ടുണ്ടാകാം, ഇനി നൽകാൻ നിൽക്കുന്നവരുണ്ടാകാം. ഈ കോളേജും കോഴ്സും നൽകുമ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, പിന്നീട് നിങ്ങൾക്കൊരു എഡിറ്റിംഗ് സാധ്യമല്ല. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കേസാണെങ്കിൽ ജൂൺ 17 വരെ എഡിറ്റ് ചെയ്യാം. ബട്ട് ബാക്കി യൂണിവേഴ്സിറ്റികൾക്ക് അത് അനുവദനീയമല്ല. നിങ്ങൾ കോളേജും കോഴ്സും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടുന്ന മുറയ്ക്ക്, അത് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്ന മുറയ്ക്ക് നിർബന്ധമായും നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. അതാണ് പ്രധാനമായുള്ള ഹൈലൈറ്റ്. നിങ്ങൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കോളേജിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ, ഏത് കോഴ്സിലാണ് പ്രവേശനം ലഭിക്കുന്നതെന്ന് വെച്ചാൽ പോലും നിർബന്ധമായും നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, പ്രവേശനം നേടിയിരിക്കണം. അത് ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിക്കുന്നതെങ്കിൽ നിർബന്ധമായും സ്ഥിര പ്രവേശനം നേടണം. നിങ്ങൾക്ക് ടെമ്പററി ഇല്ല, നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിക്കൂല. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിർബന്ധമായും സ്ഥിര പ്രവേശനം നേടണം. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും, ലഭിച്ച സീറ്റ് നഷ്ടമാകുമെന്നുള്ളത് മാത്രമല്ല, പിന്നീടുള്ള യാതൊരു അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിലും നിങ്ങളെ പരിഗണിക്കുകയുമില്ല. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം, അതേസമയം ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം. പ്രിയ വിദ്യാർത്ഥികൾ, ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾക്ക് ആദ്യ അലോട്ട്മെൻറ്റിന് ശേഷം, മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെൻറ്റിന് ശേഷം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ, നിങ്ങൾക്ക് ലഭിച്ച കോളേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച കോഴ്സിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയണം. അല്ലാത്ത പക്ഷം അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യും, ഹയർ ഓപ്ഷൻസ് നിലനിൽക്കുന്ന പക്ഷം എന്ത് ചെയ്യും, അടുത്ത അലോട്ട്മെൻറ്റിൽ ആ ഓപ്ഷൻസ് പരിഗണിച്ചു എന്ന് വരാം. അങ്ങനെ പരിഗണിച്ച് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും പ്രവേശനം മാറിയെടുക്കണം. നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. ഓക്കെ, നിങ്ങൾ സ്റ്റാറ്റിഫൈഡ് ആണ്, എനിക്കിനി ബാക്കി 4 ഉള്ളത് വേണ്ട, അതിന് പുറകോട്ട് അപ്പം 5-ന് ഇപ്പുറത്തെ ഉള്ളത് എന്ത് ചെയ്തോളും, 1 മുതൽ 5ാമത്തെയാണ് നിങ്ങൾ 20 ഓപ്ഷൻ, നിങ്ങൾ 10 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിച്ചോ, 5ാമത്തെയാണ് നിങ്ങൾ കിട്ടിയത്, 6 മുതൽ 10 വരെയുള്ളത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ക്യാൻസലാവും. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ 10 ഓപ്ഷൻ കൊടുത്തു അല്ലെങ്കിൽ 20 ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എത്രാമത്തെ ഓപ്ഷനാണോ കിട്ടുന്നത് അതിൻ്റെ താഴേക്കുള്ളതെല്ലാം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ക്യാൻസലായി പോകും. ഇപ്പോൾ നിങ്ങൾക്ക് 10 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 5ാമത്തെയാണ് കിട്ടിയത്, 6 മുതൽ 10 വരെയുള്ള ഓപ്ഷൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. എന്നാൽ 4, 3, 2, 1 നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് എന്ത് ചെയ്യും, ഹയർ ഓപ്ഷൻസ് ആണ്, അതവിടെ ഓട്ടോമാറ്റിക്കലി നിലനിൽക്കും, ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകൂല. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് ലഭിച്ച 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണോ എങ്കിൽ ബാക്കി 4 ഓപ്ഷൻസും നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനിൽ പോയിട്ട് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളയണം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്തു, നിങ്ങൾക്ക് 1ാമത്തെ അലോട്ട്മെൻറ്റ് വന്ന് നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, നിങ്ങൾ സംതൃപ്തരാണ്, ഓക്കെ ഞാൻ ഹാപ്പിയാണ്, ഞാൻ ആഗ്രഹിച്ച കോളേജ്, ഞാൻ ആഗ്രഹിച്ച കോഴ്സ് കിട്ടി എന്നിങ്ങനെ എക്സൈറ്റിങ്ങിലിരിക്കാതെ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയണം. നിങ്ങൾ ഇനി ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ മറന്നു എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കാം. ഹയർ ഓപ്ഷൻസ് പരിഗണിച്ച് കഴിയുമ്പോൾ ഹയർ ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് പറ്റില്ല, 2ാം അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും മാറിപ്പൊക്കോണം. പുതിയ ലഭിക്കുന്ന കോളേജിലേക്ക് എന്ത് ചെയ്തോണം, പുതിയ ലഭിക്കുന്ന കോഴ്സിലേക്ക് നിങ്ങൾ മാറിപ്പൊക്കോണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കാം, ചിലപ്പോൾ ഇഷ്ടമില്ലാത്തതായിരിക്കാം, എന്താണെങ്കിലും പോകേണ്ടി വരും.
അതുകൊണ്ടാണ് പറയുന്നത് കിട്ടിയ ഓപ്ഷനിൽ സംതൃപ്തരാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണം, റദ്ദ് ചെയ്യണം എന്നുള്ളത്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രവേശനം നേടാൻ സാധിക്കുമോ? മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ രണ്ടാം അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിദ്യാർത്ഥിനികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുന്നത്. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും ഏതൊരു യൂണിവേഴ്സിറ്റി ആയാലും രണ്ടാം അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, രണ്ടാം അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം എന്ത് ചെയ്താൽ മതി, കോളേജിലേക്ക് പോയാൽ മതി. രണ്ടാം അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും, അതുകൊണ്ട് മാത്രം കോളേജിൽ പോയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷൻ കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യണം, മാൻഡറ്ററി ഫീ എന്നൊരു ഫീ ഉണ്ട്, അത് അടയ്ക്കണം, മാൻഡറ്ററി ഫീ. അത് കണ്ണൂരായാലും കേരള ആയാലും കാലിക്കറ്റ് ആയാലും MG ആയാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കായാലും കേരള യൂണിവേഴ്സിറ്റിക്കായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും MG യൂണിവേഴ്സിറ്റി ആയാലും ഏതൊരു യൂണിവേഴ്സിറ്റിക്കായാലും മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടത് നിർബന്ധമാണ്. ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചാൽ മാൻഡറ്ററി ഫീ അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സ്ഥിരപ്പെടുത്തണം. ഈ മാൻഡറ്ററി ഫീ അടച്ചില്ലെങ്കിലോ എന്നാലും നിങ്ങളുടെ സീറ്റ് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അതുമാത്രമല്ല തുടർന്നുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിലൊന്നും നിങ്ങളെ പരിഗണിക്കുകയുമില്ല. അതെല്ലാം നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എത്തിക്കും. അതെല്ലാം നമ്മൾ ആ ടൈം ആകുമ്പോൾ ഒന്നും കൂടെ പറയും. ഇപ്പം എത്ര നമ്മൾ പറഞ്ഞാലും അതാത് ടൈമിൽ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും വീഡിയോ, ഇപ്പം നമ്മൾ 4 യൂണിവേഴ്സിറ്റികൾ ഒന്നിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ഓരോ അലോട്ട്മെൻറ്റ് സമയമാകുമ്പോൾ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കാര്യം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് A to Z വിവരങ്ങൾ നമ്മളത് അറിയിക്കും. നിങ്ങളെ അറിയിക്കാതെ എവിടെയും പോകില്ല. അപ്പോൾ മാൻഡേറ്ററി രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുകയും ശേഷം എന്ത് ചെയ്യേണ്ടത്, കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടത്. എന്നാൽ ഒന്നാം അലോട്ട്മെൻറ്റ് സീറ്റ് കിട്ടിയില്ല, രണ്ടാം അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് സീറ്റ് കിട്ടുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, മാൻഡറ്ററി ഫീ അടയ്ക്കണം. ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റിൽ കിട്ടി, ആദ്യം നിങ്ങൾ വിചാരിച്ചു ഒന്നാം അലോട്ട്മെൻറ്റ് സീറ്റ് കിട്ടി, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ ഡയറക്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുക, ശേഷം കോളേജിൽ പോയി പ്രവേശനം നേടാം. പക്ഷേ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചിട്ടില്ല, രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, മാൻഡറ്ററി ഫീ അടയ്ക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുക. രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് സീറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കാണൂല, അവിടെ മാൻഡറ്ററി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ അടിക്കാറുണ്ട്. ആ ഫീസ് നിങ്ങൾ അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുള്ളൂ. തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഡേറ്റ് എന്താണ്, ജൂൺ മാസം 17 ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുടെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. ഓർമ്മയില്ല, ഞാനിത് സർക്കുലർ എടുത്ത് എന്തായാലും ഞാൻ 4 യൂണിവേഴ്സിറ്റികളുടെയും സർക്കുലർ എടുത്തിട്ടായിരുന്നു സാധാരണ ഞാൻ വീഡിയോ ചെയ്യാറ്. ഇത്തവണ സർക്കുലർ എടുത്തിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജൂൺ 9, ബാക്കി 2 യൂണിവേഴ്സിറ്റികളും ഒന്ന് നോക്കണം കേട്ടോ, നോക്കണം. MG യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ഡേറ്റ് മെയ് 31 പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാകും, എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും, അത് ഉറപ്പാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളൊന്ന് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.